ആഹാ, മനോഹരം. ഇവിടെ എവിടേക്കോ അവർ കൂടുള്ളതുപോലെ. എന്നാലും ഞാൻ എന്താ ഈ വാതിൽ തുറക്കാൻ ഇത്രയും വൈകിയത്? ചിലതിനൊക്കെ വലിയ ബുദ്ധി തോന്നാറുള്ളൂ. ഇതൊരു കൊട്ടിയടച്ച വാതിലായിരുന്നു. ആരെയും ഞാൻ അങ്ങനെ കയറ്റാറില്ല. അങ്ങനെ കാക്കാശിന് ഗതിയില്ലാത്തവന്മാർക്ക് തുറന്നു കൊടുക്കാനാണോ ഈ സത്രം പണിതത് എന്നായിരുന്നു എന്റെ വിചാരം മുഴുവൻ. മനുഷ്യന്റെ വിചാരങ്ങളല്ലേ, അത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ ഇത്തിരി സമയമെടുക്കും. തെറ്റ് തിരുത്താൻ തയ്യാറായപ്പോൾ ഉള്ളിൽ എന്തെന്നില്ലാത്ത സന്തോഷം. പാവങ്ങൾ, അവർ കുറെ ഇറങ്ങിയിട്ടുണ്ടാവും. അതൊക്കെ പോട്ടെ. നിങ്ങൾ ഈ ആട്ടിൻതോലിന്റെ കുപ്പായം കണ്ടു? ഈ പൊന്നു കണ്ടു? ഇതിനൊക്കെ എന്ത് വിലയുണ്ടെന്നറിയോ? ഇതിന്റെ വിലയൊക്കെ ആർക്കും പറയാൻ പറ്റില്ല. അന്ന് പട്ടാളക്കാർ കണക്കെടുക്കുന്ന സ്ഥലത്താണ് അവരെ ഞാൻ ആദ്യമായിട്ട് കണ്ടത്. വല്ലാതെ തളർന്ന അവശരായി. അഗസ്റ്റസ് ചക്രവർത്തി പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. ചക്രവർത്തി തിരുമനസിന്റെ അധികാരപരിധിയിൽ വരുന്ന എല്ലാവരും തങ്ങളുടെ പട്ടണത്തിൽ വന്ന് പേര് ചേർക്കേണ്ടതാകുന്നു. അല്ലാത്ത പക്ഷം വലിയ തുക പിഴയും കൂടാതെ ശിക്ഷയും ലഭിക്കുന്നതായിരിക്കും. എന്താ നിന്റെ പേര്? അന്ന. എന്താ നിന്റെ ഗോത്രം? നഫ്താലി. നിന്റെ പേര്? ബെഞ്ചമിൻ. നിങ്ങൾക്ക് മക്കളില്ലേ? ഇല്ല. മതി മതി, വേറെ നടക്ക്. നിന്റെ പേര്? ജോസഫ്. എന്താ നിന്റെ ഗോത്രം? യൂദ. ഇത് നിന്റെ ഭാര്യയാണോ? അതെ, എന്റെ ഭാര്യയാണ്. പേര് മറിയം. വേഗം പോ, അടുത്ത ആൾ വരട്ടെ. ജോസഫ്, എനിക്കിനി ഒട്ടും വയ്യ. നമുക്ക് ഏതെങ്കിലും സത്രത്തിൽ പോയി സ്ഥലം അന്വേഷിക്കാം. സത്രങ്ങൾക്കൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതിന് വലിയ വിലയാണ്. എന്നാലും ഞാൻ ഒന്നുകൂടെ അന്വേഷിക്കാം. അതെ, ഒന്നും നിൽക്കണേ. ഞാനും എന്റെ ഭാര്യയും അല്പം ആലയിൽ നിന്ന് വരികയാണ്. ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. ഇവിടെ വല്ല സത്രവും ഉണ്ടാകുമോ ഞങ്ങൾക്കൊന്ന് താമസിക്കാൻ? അതിനെന്താ, എനിക്കൊരു സത്രമുണ്ട്. പക്ഷേ പണം നൽകേണ്ടി വരും. എത്ര പണം? വെറും 5 പൊന്നാണയം, അത്രേ ഉള്ളൂ. അയ്യോ, ഞങ്ങൾക്ക് അത്രയും പണം തരാനാവില്ല. ഓഹോ, അങ്ങനെയെങ്കിൽ എനിക്ക് എന്റെ സത്രവും തരാനാവില്ല. അറിയാം, ഒരു നാണയത്തിന് അവർ സത്രം തരില്ല എന്നാണ് പറയുന്നത്. നമുക്ക് വേറെ എവിടെയെങ്കിലും അന്വേഷിക്കാം. അതെ, എനിക്കിനിയും ഒരുപാട് ദൂരം നടക്കാനാവും എന്ന് തോന്നുന്നില്ല. നമുക്ക് അവരുടെ പിന്നാലെ പോകാം. അവർ നമുക്ക് ഇടം തരുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. ഇവിടെ ആരുമില്ലേ? നിങ്ങൾ ഇതുവരെ എന്നെ വിട്ടു പോയില്ലേ? ഒരു നാണയത്തിന് ഇവിടെ താമസിക്കാനാവില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? പിന്നെ എന്തിനാ എന്റെ വീട്ടിൽ വന്നേ? ദയവായി അങ്ങനെ പറയരുത്. ഇവൾ വല്ലാതെ തളർന്നിരിക്കുന്നു. ഇനിയും മുന്നോട്ട് പോകാൻ ഞങ്ങൾക്കാവില്ല. എവിടെയെങ്കിലും ഒരിത്തിരി ഇടം കിട്ടിയാൽ മതി. ഞങ്ങൾ കൈവിടരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ തൊഴുത്തിലേക്ക് പോയിക്കോ. അതിനേക്കാളൊന്നും എന്നെ കൊണ്ടാവില്ല. എന്നാൽ പിന്നെ നീ ഇവിടെ ഇരിക്കും, ഞാനിവിടെ വൃത്തിയാക്കാം. അത് വേണ്ട, നമുക്ക് ഒരുമിച്ച് വൃത്തിയാക്കാം. എന്നിട്ട് നമുക്ക് വിശ്രമിക്കാം.
കേട്ടതൊക്കെ സത്യമായിരിക്കുമോ? അതോ ആരെങ്കിലും നമ്മെ കബളിപ്പിക്കാൻ? നീയും മാലാഖ പറഞ്ഞത് കേട്ടതല്ലേ, പിന്നെന്താ? അതെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? നക്ഷത്രം കാണുന്നില്ല. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു ഇതൊക്കെ ഇങ്ങനെ തന്നെ അവസാനിക്കുമെന്ന്. നീയൊന്നും മിണ്ടാതിരിക്കുമോ? ദാ അവിടെ വെട്ടം കാണുന്നുണ്ട്, നമുക്ക് അവിടെ ഒന്ന് അന്വേഷിക്കാം. ഇവിടെയാണ് ഞങ്ങളുടെ രക്ഷകനുള്ളത്. രക്ഷകനും? നിങ്ങൾക്ക് ഭ്രാന്താണോ? ഞങ്ങൾ മാലാഖ പറഞ്ഞിട്ട് നക്ഷത്രത്തെ പിന്തുടർന്ന് വന്നതാ. എന്നാൽ ഇപ്പോൾ നക്ഷത്രവുമില്ല, മാലാഖയുമില്ല. ഓഹോ, സത്രത്തിൽ കയറി പറ്റാനുള്ള പുതിയ തന്ത്രങ്ങളുമായി വന്നിരിക്കുകയാണല്ലേ? അതൊന്നും എന്റെ അടുത്ത് നടക്കില്ല. അയ്യോ അല്ല, ഞങ്ങൾ രക്ഷകനെ തേടി വന്നതാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതൊക്കെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ആരോ ചെയ്തതാണെന്ന്. അതാ അവർ ഇവിടെ തന്നെയുണ്ട്. ആ കുപ്പായമാണിത്, രക്ഷകൻ അണിഞ്ഞ കുപ്പായം. ഇതെങ്ങനെ എന്റെ കയ്യിൽ വന്നു എന്നല്ലേ? അത് വഴിയേ പറയും. ഇനി ഈ പൊന്നാണയത്തിന്റെ കഥ പറയും. ബത്ലഹേം, എഫ്രാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കുന്നവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. എവിടെയാണ് കുഞ്ഞ്? ഞങ്ങൾക്ക് ഇനിയും കാത്തിരിക്കാൻ വയ്യ. ദയവായി ഞങ്ങളെ അവന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അല്ല, നിങ്ങൾക്കെന്താ വേറെ ഒരു പണിയുമില്ലേ? കാണാൻ പരക്കേടില്ലാത്തവരാണല്ലോ. താമസിക്കാൻ സത്രം വല്ലതും വേണോ? ഇവനാണ് ലോകത്തിന്റെ മുഴുവൻ രക്ഷകൻ. എല്ലാ ജനങ്ങളുടെയും കാത്തിരിപ്പിന്റെയും പ്രാർത്ഥനയുടെയും പ്രതിഫലം. മാലാഖമാരാണ് ഞങ്ങൾക്ക് ഇവനെ കുറിച്ച് പറഞ്ഞു തന്നത്. നമ്മുടെ വേദഗ്രന്ഥവും പ്രവാചകന്മാരുമെല്ലാം പറഞ്ഞു വെച്ചത് ഇവനെ കുറിച്ചാണ്. ഇവനാണ് നമ്മൾ കാത്തിരുന്ന ദൈവപുത്രൻ. ഇത് തലമുറകൾ കാത്തിരുന്ന രക്ഷകനാണെന്ന്. യഹോവേ, ഈ രക്ഷകന്റെ മുമ്പിലാണ് ഞാൻ വിലവേശിയത്. ഇവരെയാണല്ലോ ഞാൻ ഈ തൊഴുത്തിലേക്ക് പറഞ്ഞയച്ചത്. അങ്ങനെയൊന്നും പറയരുതേ. നിങ്ങളിവിടം അനുവദിച്ചത് തന്നെ ഞങ്ങളുടെ ഭാഗ്യം. ദയവായി നിങ്ങൾ എന്റെ സത്രത്തിലേക്ക് വരൂ. ഞാൻ ചെയ്ത മഹാ അപരാധം ദൈവം പൊറുക്കട്ടെ. ഒന്നും തോന്നരുത്, ഞങ്ങൾക്ക് അതിനുള്ള സമയമില്ല. നിങ്ങൾ മറ്റൊരു ദേശത്തേക്ക് പോവുകയാണ്. അങ്ങനെ പറയരുതേ. രക്ഷകന് പിറക്കാൻ സത്രം കൊടുക്കാതെ ഈ ഉള്ളവൾ ശപിക്കപ്പെട്ടവളായി തീരും. ഇല്ല,
ഞങ്ങൾക്ക് ഇനിയും ഇവിടെ തുടരാനാവില്ല. രക്ഷകനെ കുറിച്ച് രാജാവ് ഇപ്പോൾ തന്നെ അറിഞ്ഞിരിക്കും. ഇനിയും ഇവിടെ നിന്നാൽ അത് അപകടമാണ്. ഞങ്ങൾ പോകട്ടെ. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര സ്വർണ്ണ നാണയങ്ങൾ എടുത്തുകൊള്ളുക. എന്നെ ഇനി പരീക്ഷിക്കരുതേ. തെറ്റുപറ്റിപ്പോയി. 1000 പൊൻനാണയങ്ങൾ നൽകിയാലും എനിക്ക് ഈ സൗഭാഗ്യം ലഭിക്കുമോ? നിങ്ങൾ എന്റെ സത്രത്തിലൊന്ന് പ്രവേശിക്കുകയെങ്കിലും ചെയ്യുക. എന്റെ ജീവിതത്തിന് മോക്ഷം ലഭിക്കട്ടെ. അങ്ങനെ ഇനി ഈ സത്രത്തിൽ എത്തുന്നവരിൽ ആവശ്യമായവർക്ക് നൽകാൻ എനിക്ക് തന്നിട്ട് പോയതാണ് ഈ കുപ്പായവും സ്വർണ്ണ നാണയവും. ഇടമുണ്ടായിരുന്നിട്ടും എന്ത് ഞാൻ ഈ സത്രം അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തില്ല? യഹോവേ, എന്നോട് ക്ഷമിക്കണമേ. ഇനി ഈ സത്രത്തിന്റെ വാതിലുകൾ ആർക്കു മുൻപിലും കൊട്ടിയിറക്കപ്പെടില്ല.